ഹലോ ഗായ്സ്, സോ വെൽക്കം ടു ജമ്മം വീട്. ഞങ്ങൾ ഇന്ന് പാരന്റ്സിനെയും കൊണ്ട് കറങ്ങാൻ പോവാണ്. ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ഹൈബ്രോൺ മൊത്തം കറങ്ങി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീക്ക് ഇനിയുള്ള വീക്ക് മുതൽ ഞങ്ങൾ ഫുൾ പുറത്ത് കറങ്ങാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഓൾറെഡി സ്ഥലപ്പേര് മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ ഉള്ളതെന്നൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, കാരണം അവിടെ ചെന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പോണ സ്ഥലം ഏതാന്ന് ചോദിച്ചു നോക്കാട്ടോ. സ്ഥലം ഏതാന്ന്, നമ്മൾ പോണ സ്ഥലം ഏതാ? ഒരു പോസ് എല്ലാവരും അച്ഛനെ ആണോ? ഓക്കെ, എക്സൈറ്റഡ് ആണോ പോവാനായിട്ട്? ആണോ? ഓക്കെ. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് നോർമൽ ഭയങ്കര തണുപ്പാണ്. ആണോ? എനിക്ക് നല്ലോണം തണുപ്പുണ്ട് കേട്ടോ. ഓക്കെ. അജി, നിനക്കെന്താ പറയാനുള്ളത്? ഇവരെ കൊണ്ട് പോവാൻ ടെൻഷൻ ഉണ്ടോ? ആണോ? അതാരാ പറഞ്ഞ? അമ്മ ഓൾറെഡി കുറച്ച് അടിയായിട്ടിരിക്കുന്നു ഇവിടെ വാതിൽ തുറന്നിട്ടേന്. പക്ഷെ ഞങ്ങള് ന്യൂസ് ചെയ്ത് വെച്ചതായിരുന്നു കുറച്ചു നേരമായിട്ട്. അപ്പൊ അതിന്റെ തണുപ്പിൽ കുറച്ചിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും ജാക്കറ്റിന്റെ ഉള്ളിലല്ലാത്രക്കാണ്. കാരണം ഇത്രയും ദിവസം ഞങ്ങൾ ഉള്ളിൽ മാത്രം കയറിയിട്ടായിരുന്നു ഫോട്ടോ എടുത്തിരുന്നത്. ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൈഡൽബർഗ് കാണിച്ചു തരാം. ഞാൻ ഇന്നേ വരെ ഹൈഡൽബർഗിന്റെ വീഡിയോ വ്ളോഗ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഫുൾ ഹൈഡൽബർഗും ഇവരുടെ കൂടെയുള്ള ജേർണി ആയിരിക്കും. സോ ഞങ്ങള് വീട്ടിന്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നടക്കാനായിട്ട്. ഇവർക്ക് തണുക്കുന്നുണ്ട്. സോ ഞങ്ങളുടെ രാവിലത്തെ ഇവിടുത്തെ വ്യൂ ആണ്. ഞങ്ങളപ്പോ ഇങ്ങോട്ട് പോകാനായിട്ട് കാറൊന്നും എടുത്തിട്ടില്ല. ഞങ്ങള് ബസ്സിലാണ് പോണത്. ബസ്സിലും പോണം, പിന്നെ ട്രാമിൽ കയറാം, ട്രെയിനിൽ കയറാം. പക്ഷെ ഇവരെ ബസ്സും ട്രാമും ഓൾറെഡി കേട്ടിട്ടുണ്ട്. ട്രെയിനിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മന്ത് ഫുൾ ഞങ്ങള് നോർമൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇന്ന് തണുപ്പൊന്നുമില്ല അധികം. അച്ഛൻ അജിയോട് കാശ്മീർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അജിയോട് കേട്ടിട്ട് അച്ഛൻ ഫുൾ ഫ്രീക്കനായിട്ട് വേണം വന്നിരിക്കുന്നത്. കളർഫുൾ ഇലകളും യൂത്തിന്റെ ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ഓട്ടം ആയതുകൊണ്ട്, ഓട്ടം സീസണിൻ്റെ ആയതുകൊണ്ട് ഫുൾ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ഈ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഇലയൊക്കെ കൊഴിഞ്ഞ് ഇതിലൊന്നും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുൾ ഇവിടെ നോക്കുമ്പോഴൊക്കെ ഫുൾ യെല്ലോ കളേഴ്സ് ആയിട്ട്. ഇവിടുത്തെ ബസ്സിന്റെ സമയം ഈ കറവണ്ണി ഫുൾ ലൊക്കേഷൻ അച്ഛൻ ഇതിന്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ബസ് റൂട്ടും എവിടെയാണെന്നുള്ള ഹൈവേന്റെ ബാക്കിയുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അച്ഛൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകാനുള്ള ഞങ്ങളുടെ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 11 നമ്പറാണ് ഞങ്ങളുടെ ബസ്. അപ്പോ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ അച്ഛന് ഈ ബസ് കയറുമ്പോ ഭയങ്കര സന്തോഷമാണ്. എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ബസ് കാണുമ്പോ അച്ഛൻ ചിരിച്ചിരിക്കുന്നുണ്ട്. അവര് ഫുൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാറാകുമ്പോഴുള്ള സ്റ്റോപ്പിൽ പ്രസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. എന്റെ ബാങ്കാണിത് അവിടെ ഉള്ളത്. ഞങ്ങൾ എൻ്റെ ഒരു ഒപ്പാണ് ബസ്സിൽ ചെയ്യുന്നത്. അവരൊക്കെ ഫ്രണ്ടിലാണ്. ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിക്കൂടെ നടന്നു പോകണതിൻ്റെ ഒക്കെ കഥ. ഇതിന്റെ പകുതി ഭാഗം ഞങ്ങൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥ പറയുകയാണ്. ഈ ബസ്സിലാണ് ഇറങ്ങിയത്. ഇവിടത്തെ ഞങ്ങളെ ഹോട്ട്ബാനോഫ് ആണ്, അതായത് റെയിൽവേ സ്റ്റേഷൻ. ഇവിടേക്ക് ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാട്ടോ. ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം 3 ഞങ്ങള് 3ക്ക് നടക്കുകയാണ്. അമ്മയൊക്കെ നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ 2 to 3 സമയമാണ്. ഒരു തപ്പായിരുന്നു ഞങ്ങള്. അവര് മറ്റു സൈഡിൽ കൂടെ അച്ഛൻ പറയുമായിരുന്നു. അങ്ങനെ നമ്മളുടെ മധുക്കര റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്.
പക്ഷെ ഹൈബ്രോണിലാണ്. ഞങ്ങൾക്ക് ഒരു 15 minutes ഉണ്ട് ട്രെയിൻ വരാനായിട്ട്. അപ്പോ ഞാൻ വിചാരിച്ചിരിക്കാണ്, അങ്ങനെ ഇരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോ എവിടെ ഉള്ളത്? പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊരു സാധനം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതെന്തായിരുന്നു? അവര് മറന്നുപോയി ഓഫിലുള്ളത് പറയാനായിട്ട്. സോ ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടുണ്ട് പോവാനായിട്ട്. Nächste Station, Sinsheim, Hauptbahnhof. Bitte achten. ഇവിടെ ഫുൾ ഒരു ഫോഗി ആയിട്ടാണുള്ളത്. ഹൈബ്രോൺ കുറച്ചുകൂടെ ഫോഗ് കുറവായിരുന്നു, പക്ഷെ ഈ സൈഡിലൊക്കെ ഭയങ്കര ഫോഗി ആയിട്ടാണുള്ളത്. ഇത് പാട്ട് നമ്മളെത്തിയില്ലേ? ഐ മീൻ ഇതേപോലത്തെ വ്യൂ ആണ് നമുക്ക് ഇനി കാണാൻ കിട്ടുക. അപ്പോ നമുക്ക് വഴിയൊന്നും അറിയില്ല, അങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടില്ല. പുറത്തിറങ്ങിയിട്ട് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവരും നടന്ന് വരുന്നുണ്ട്. അമ്മ തണുക്കുന്നുണ്ട് അമ്മ. ഞങ്ങള് അപ്പോ ഇവരെല്ലാവരും പാടം നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ വഴി കൂടെ ഇങ്ങനെ പുറത്തേക്ക് പോവാണ്. ഇവിടെ എത്തിയാലേ അറിയുള്ളൂ. ഞങ്ങള് ഒരു കോഫിയും എന്തെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ കോഫി. സോ നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ്. ഇതിന് ഒരു ഗ്ലാസ് ഇതൊന്നും ഒരു പാല് ഒഴിച്ചുള്ളൂ. ഞാൻ ഇതിന് ഒന്ന് ഒഴിച്ചപ്പോ അമ്മ രണ്ടോ ആണോ? ഞാൻ പൊന്ന് ഒഴിക്കും ചെയ്യും. ഒരു രണ്ട് ഇനി കൊണ്ടുവരണം പാല്. നിങ്ങൾ പ്രസന്നം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചൂടും വെച്ച് ചൂട് കഴിയില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തോ. അച്ഛന്നാ അതിലുണ്ട്. കത്തിക്ക് പോണ്ടോ? ഇതിലിട് മോളിട്ട് എങ്ങനെ മൈദൊന്നും കിട്ടും. മോളിട്ട് അങ്ങനെ തന്നെ കിട്ടില്ല. നിങ്ങൾ ബന്ന് തിന്നണേ അത്
മതി ചേച്ചി. അച്ഛൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ബിൽഡിങ്, ആ ബിൽഡിങ് കാണണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സോ ഇവിടുത്തെ ഹൈഡൽബർഗിൽ കുറച്ചുകൂടെ ഡിഫറെന്റ് വ്യൂ ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അജി പ്ലാറ്റ്ഫോം നോക്കാം നിക്ക്, അവര് സ്നേഹിച്ചുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കും. അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളപ്പോ ഹൈഡൽബർഗില് റാത്തോസിൽ ഇറങ്ങി. അവിടുന്ന് സിറ്റിങ് കാണാന്ന് പറഞ്ഞിട്ട് കുറച്ച് നടക്കുകയാണ്. ഇവിടുത്തെ സിറ്റി വ്യൂ ഞാനും അജിയും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു ഇവരെയും കൊണ്ട്. ഞങ്ങള് ഇവിടെ കാസിന് ഐ തിങ്ക് ഞങ്ങൾ സിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. മിഥുൻ വന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ കൂടെ ഐസ്ക്രീമും ഒക്കെ മേടിച്ച് കഴിച്ച് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് കിട്ടി. അച്ഛനും പോയിക്കോ. അച്ഛന്മാരുടെ ഫോട്ടോ സെഷൻ, അമ്മമാരുടെയും ഫോട്ടോ സെഷൻ ആണ്. അങ്ങനെ എന്റെയൊക്കെയല്ല. ആ കിട്ടിയിട്ടുണ്ടല്ലോ അമ്മ. ഞങ്ങള് റാത്തോസ് സൈഡില് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അത്യാവശ്യം കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. എടാ മിഥുനെ, നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ? അമ്മ ജർമ്മനി ഇഷ്ടമായി അമ്മക്ക്? പിന്നെന്താ, അടിപൊളിയല്ലേ? ആണോ? പിന്നെന്താ, ഈ സിറ്റിയൊക്കെ എങ്ങനെയുണ്ട്? നീ വരുന്നുണ്ട്, എനിക്ക് ഇതും കാണാറായി കേട്ടോ. എന്തൊരു ഭംഗിയാണ്. ആ അറിയില്ല. ഇവിടെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഫുൾ മാർക്കറ്റ്. ശരിക്ക് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് വരാറുള്ളത്. ഞങ്ങളപ്പോ ഇപ്പുറത്തെ സൈഡില് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ കണ്ടിട്ട് പിന്നെ തിരിച്ചിങ്ങനെ തന്നെ വരാന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ ഒരു ലേക്കിന്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്, അത് കാണാനായിട്ട്. ഇത് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ കുറച്ചു മുന്നേ കണ്ടത് അപ്പുറത്തെ സൈഡത്തെ വ്യൂ ആണ്. എന്നിട്ട് ഡയറക്ട്ലി നമ്മൾ അറവത്താത്ത സൈഡിലേക്ക് പോവാനുള്ള ആ ഒരു രീതിയിൽ. പിന്നെ ഇവിടെ മറ്റേ ലേക്കിന്റെ വ്യൂ ആണ്. പിന്നെ
നമ്മളുടെ ആ കാസിലിന്റെ വ്യൂ. എല്ലാവരും ഫുൾ ഫോട്ടോ പോസ്റ്റിലാണ്. സോ ഞങ്ങള് ഇവിടുത്തെയുള്ള മാഗ്നറ്റ് നോക്കുകയാണ്. ഇതാണ് ഇപ്പൊ എനിക്കിഷ്ടമായത്. ബാക്കി കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ I thought we will get this too, and it's like €7. അജി അമ്മയോട് ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മളിത് കണ്ടിട്ടൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറയാണ് ഇത് കൂടെ നമ്മൾ പോയി എന്നൊക്കെ പറയാണ്. ഇല്ല എടുത്തോ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതാണ്. ഞങ്ങള് ചുമ്മാ ഒരു 2-3 ലിൻഡിന്റെ ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. ജസ്റ്റ് ഫോർ ടു ടെസ്റ്റ് റൈറ്റ് നൗ. ഇവിടെ പുതിയ ഒരു സെറ്റ് വന്നിട്ടുണ്ട്. ഇത് കഴിച്ചു, ഞാൻ കഴിച്ചപ്പോ ഞങ്ങളപ്പോ ഇവിടുന്ന് മോളിക്ക് നടക്കാൻ പോവാണ്. 15 minutes എന്നൊക്കെയാണ് പറഞ്ഞത്. I think we will take more because ഇവരെയും കൊണ്ട് അങ്ങനെ സ്പീഡിലൊന്നും നടന്ന് എത്താൻ പറ്റില്ല. അപ്പോ നമ്മള് കുറച്ച് സ്ലോ ആയിരിക്കും. അല്ല അങ്ങോട്ട് നിങ്ങൾ നടക്കാണ്. അല്ല പറഞ്ഞത് എവിടേക്കാ? വേറെ എവിടേക്കെങ്കിലും വേറുണ്ട്. അമ്മമാർ ഓൾറെഡി ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വലിയൊരു കുന്ന് കയറിയിട്ട് നടന്ന് ഇവിടെ എത്തി. ഇവിടെ ഞാൻ ഈ വ്യൂ കണ്ടിട്ടില്ല മുന്നേ. അച്ഛന്മാർ ഓൾറെഡി മുന്നേ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ മിസ്സാകുമോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ കണ്ടുകിട്ടി. കുറച്ചും കൂടെ നീങ്ങോ. അച്ഛൻ ഇഞ്ചി മുട്ടായി വേണം, ഇഞ്ചി മുട്ടായി. അപ്പൊ ഞങ്ങള് മറ്റേ ഗാർഡനിലേക്ക് നടക്കുകയാണ്. ഷ്ലോസ് ഗാർഡനിലേക്ക് നടക്കുകയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കാസിലിന്റെ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങോട്ട് നടക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇവിടെ ഒക്കെ ഉള്ളത്. അപ്പോ ഞാൻ നടക്കുകയാണ്. ഇത് ആക്ച്വലി നടക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. ബിക്കോസ് കുറച്ച് ഇങ്ങനെ കുന്നുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ നടക്കാനൊക്കെ കുറച്ച് പാടാണ്. ഒക്കെ നോക്കുമ്പോൾ ഉണ്ടോ ഫുള്ളി കാട് പോലെ കാണാം. അച്ഛൻ ക്ഷീണിച്ചോ? ക്ഷീണിച്ചോ? അച്ഛൻ ക്ഷീണമില്ല എന്ന് പറഞ്ഞ അച്ഛൻ നടക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കിതച്ച് വരുന്നുണ്ട്. ഇവിടെ ഇരിക്കാം, നമുക്ക് അവര് വരണവരെ നമുക്ക് ഇരിക്കാം അവിടെ. കാസിലിന്റെ ഈ സൈഡിലുള്ള വ്യൂ ആണ് നമ്മൾ നടന്നു പോകുമ്പോ.
ഓട്ടം സീസണിന്റെ ആ ഒരു ലുക്കിലുള്ള വീഡിയോ എടുക്കാൻ ഫോട്ടോ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഞങ്ങൾ ലെമൺ റൈസും അച്ചാറും പിന്നെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നത് തട്ടവട. അയ്യോ സോറി, ടൊമാറ്റോ റൈസ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് തന്നിരുന്നു, സോറി. പിന്നെ തട്ടവട നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ പേര് അവിടെ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഭർത്താക്കന്മാർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. കിട്ടി കിട്ടി ആ കിട്ടി. അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകാന്നറിയില്ല. എല്ലാരും ഫുഡൊക്കെ കഴിച്ച് എനർജി ഉണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ചു വീണ്ടും ഞങ്ങൾ അടുത്ത അവിടെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാണാനായി. വെള്ളത്തിലൊക്കെ ഭയങ്കര ഉണ്ട്, ഇലകളൊക്കെ വീണൊക്കെ ആയതുകൊണ്ട്. സിന്ധു ഇല്ല, നിങ്ങൾ എടുത്തിട്ട് വാ. ഞാൻ കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണിച്ചു. കാരണം നല്ല അടിച്ചു മിന്നി. നാട്ടിൽ നിന്ന് കൊടുന്ന കണക്ക് മാങ്ങ അച്ചാറും പിന്നെ മറ്റേ നാരങ്ങ അച്ചാറും ഒക്കെ കിട്ടി. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഫുഡടി നല്ല കൂടുതലാണ് എനിക്ക്. നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണെങ്കിൽ അവിടുന്ന് വന്നിട്ടുള്ള വ്യൂ ആണ് ഇവിടെ. ഇങ്ങനെ ആ കുണുങ്ങിയിട്ട് വരുന്നുണ്ട്. അജി അതിന്റെ ഇടയിൽ പെട്ടു. അവരോട് ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. വി ആർ സോ പ്രൗഡ് ആക്ച്വലി. എന്താ പറയാ, അവരുടെ ഒരു മോഹമായിരുന്നു അവർക്ക് യൂറോപ്പിലേക്ക് ഇറങ്ങുക എന്നുള്ളതൊക്കെ. നമുക്ക് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എത്ര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളല്ലേ. കുറച്ച് മുന്നേ നമ്മൾ താഴത്തുനിന്ന് നടന്നു വരുമ്പോ കണ്ട വ്യൂ ആണിത്.